ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 4 ഇയർ UG പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ട് എക്സാം റിസൾട്ട്സ് ഒക്കെ തന്നെ ഓൾറെഡി പബ്ലിഷ് ആണ്. അപ്പോൾ 23/12/2024 ചേർന്ന സിൻഡിക്കേറ്റ് യോഗ പ്രകാരം റീവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റീവാലുവേഷൻ്റെ ഫീസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. ബട്ട് ആ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഇയർ UG കോഴ്സ് നമുക്കറിയാവുന്നതുപോലെ തന്നെ എക്സാമും പ്രാക്ടിക്കൽസും കഴിഞ്ഞ് വെറും 2 ദിവസത്തിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് FIUGPയുടെ വാലുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ കോളേജുകൾ തന്നെയാണ് നടന്നത്. അതായത് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് ആ വാലുവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. സോ നൗ നിങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാണ് റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ സ്ക്രൂട്ടിനെ പറ്റിയിട്ടൊന്നും ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു പോകാം. റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് കുറവാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ട് ബട്ട് മാർക്ക് കുറവാണ് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. ആ നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് അതിൽ മാർക്ക് എന്തെങ്കിലും ആഡ് ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് റീവാലുവേഷൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. ഇനി സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ആൻസർ ഷീറ്റ് സ്വയം പോയി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ഇയർ വരെ. എന്നാൽ ഈ ഇയറിൽ നിങ്ങളുടെ കോളേജിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കോപ്പി അവിടെ നിന്ന് തരുന്നതായിരിക്കും. ആ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും തെറ്റിൽ മാർക്കിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പിന്നീട് റീവാലുവേഷന് വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ FIUGPയുടെ റീവാലുവേഷൻ സ്ക്രൂട്ടിനിയുടെ ഡേറ്റും കൂടി പറയാം. നിങ്ങൾക്ക് ഈ വരുന്ന 8-ാം തീയതി വരെ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ കോളേജിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കോളേജിൽ അധ്യാപകരുടെ അടുത്ത് ആ ഒരു ഇൻഫർമേഷൻ പറയാം, അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി അവിടെ തരുന്നതായിരിക്കും. ഒരു പേപ്പറിന് മിനിമം 1 രൂപ വെച്ച് ചാർജാണ് പറയുന്നത്. അത് നിങ്ങളുടെ കോളേജിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി തരും. ആ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് എന്തെങ്കിലും ആഡ് ആവാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് റീവാലുവേഷന് വേണ്ടി പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജൂലൈ 8 വരെയാണ് FIUGP ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജാനുവരി 8. ഇനി അതിനുശേഷം റീവാലുവേഷന് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ റീവാലുവേഷൻ്റെ ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി റീവാലുവേഷന് കൊടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റീവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ SLCM പോർട്ടൽ ഉണ്ടല്ലോ, നിങ്ങളുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ SLCM പോർട്ടൽ മുഖേന ജാനുവരി 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് അവരത് റീചെക്ക് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ടുകളും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ ഒരു മാർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ആക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് സ്ക്രൂട്ടിനിക്ക് 8-ാം തീയതി വരെയും റീവാലുവേഷന് 10 to 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.